ഈ റിപ്പോർട്ടർ ചാനൽ കാണിച്ച ഒരു ശുദ്ധ തോന്നിയാസം, ശുദ്ധ തെമ്മാടിത്തരത്തിനെ കുറിച്ചാണെന്ന് എനിക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് ചങ്കൂറ്റുള്ളവനാരാ? ഇതേതായാലും വെറുതെ വിടാൻ പറ്റില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തി നിന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് പല മാധ്യമങ്ങളും പല റിപ്പോർട്ടർമാരും എങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇരകളെ എങ്ങനെ തേടി പിടിക്കാം, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് വാർത്തകൾ ചെയ്യാനും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്ത് വാർത്തകൾ ഉണ്ടാക്കാനും ഒക്കെ നെട്ടോട്ടമോടുന്ന തിരക്കിലായിരുന്നു മാധ്യമ അജണ്ടകൾ പ്രകാരം ഈ റിപ്പോർട്ടർമാർ. പക്ഷെ ആ കൂട്ടത്തിലേക്കും ഇത്രയും ഉളുപ്പില്ലാതെ ഒരു പ്രവൃത്തി ചെയ്ത വേറൊരു ചാനൽ ഉണ്ടാവില്ല. നമുക്ക് മനസ്സിലായി. മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞ ചില ആളുകളാണ് കുറ്റവാളികളെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഒരു മാധ്യമ പ്രവർത്തക ഇന്നലെ ചോദിച്ചു, നിങ്ങൾ പണ്ട് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചിട്ടിരുന്നല്ലോ, അതും ഈ പ്രസ്ഥാന മാറ്റവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ, അന്നേ നിങ്ങൾ തീരുമാനിച്ചു വെച്ചിരുന്നതാണോ എന്ന ചോദ്യം വന്നപ്പോഴാണ് ഇവർ പറഞ്ഞത്, എന്നോടൊരു മാധ്യമ പ്രവർത്തക കുത്തി കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അവരുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല, ഏത് ചാനലാണെന്ന് ഞാൻ വെളിപ്പെടുത്തിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ വെളിപ്പെടുത്തുകയാണ്. റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ്. മുഴുവൻ രേഖകളും ജാതകവും ഞങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. വിശ്വാസമില്ല അല്ലേ? കാണണം. അത് ചോദിച്ച രീതി എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലിനെയും ശ്രീനാദേവി കുഞ്ഞമ്മയും ചേർത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ മോശമായിട്ടുള്ള സംസാരങ്ങളോ പ്രവൃത്തികളോ ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടെന്നാണ് പലരും പറഞ്ഞറിഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, എന്താണെങ്കിലും തുറന്നു പറഞ്ഞോ, നമുക്ക് വേണ്ടത് ചെയ്യാം, ഞങ്ങളല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല. ഇവരെ കുത്തി ഇല്ലാത്തവരുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടാക്കിയെടുത്ത് അത് വെളിയിലെടുത്തിട്ട് അവരുടെ ഒരു ഓഡിയോയോ അല്ലെങ്കിൽ ഒരു തെളിവുമില്ലാതെയോ ഒരുത്തനെ നേരെയുള്ള ഒരു അമ്പായിട്ട് ഉപയോഗിക്കാം എന്ന് കരുതിയാണ് തരംതാണ്. ഇതിനേക്കാളും വല്ല മാമാപ്പണിക്ക് കൂട്ടിക്കൊടുപ്പിന് പോവുകയാണെങ്കിലുണ്ടല്ലോ, ഇതിനേക്കാളും അന്തസ് കാണുമെന്നാണ് പറയാനുള്ളത്. കയ്യിന്ന് പോയടാ ചാർലി. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. എന്തൊരു ദുരന്തം ഉണ്ടായാലും അല്ലെങ്കിൽ എന്തൊരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കേരളത്തിൽ ഉണ്ടായാലും ഈ റിപ്പോർട്ടർ ചാനൽ പോലെ അതിനെ ആഘോഷിക്കുന്ന, അതായത് ദിവസങ്ങളോളം അതിൻ്റെ മുക്കും മൂലയും പരിശോധിച്ച് എവിടൊക്കെ ഇറങ്ങിച്ചെല്ലാമോ അവിടൊക്കെ ചെന്ന് അതിനെ നാനാവിധമാക്കുന്ന, നമ്മൾ ചിന്തിക്കാത്ത രീതിയിലേക്ക് പോലും പ്രശ്നങ്ങളെ എത്തിക്കുന്ന ഒരു ചാനലാണ്. നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം? എന്ത് പരിഹാരം? പോക്കിരിത്തരം കാണിച്ചിട്ട് പരിഹാരം ഉണ്ടാക്കുക. ആ പണ്ടാറക്കാരനെ കിട്ടി അവന്റെ കയ്യിൽ തല്ലി പിടിക്കും. ആ ചോദ്യങ്ങൾ എന്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തുന്നതായിരുന്നു. എന്നെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട ഒരു സാഹചര്യത്തിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? നീ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല.